ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്നിതാ പിള്ളേരെയും കൊണ്ടിട്ട് ഒരു ചെറിയ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂട്ടത്തിൽ ഇതാ ഈ 3 സ്റ്റാഫുകളും കൂടി ഉണ്ട്. അപ്പം ഇത് ഒത്തിരി ദൂരെയൊന്നുമല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള KGTTI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഫെസിലിറ്റീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മളൊന്ന് വന്ന് വിസിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. എന്തായാലും അവർക്കും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ക്ലാസ്സസൊക്കെ ആകുമ്പം ബോറടിക്കത്തില്ലേ. സോ നമ്മളങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ഓട്ടോമേഷൻ ലാബിലോട്ടാണ്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലേറെ കോമ്പണൻസ് ഉണ്ട് ഇവിടെ. യൂഷ്വലി നമ്മളൊക്കെ കോമ്പണൻസിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുമായിരിക്കും, മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഇതാ ഒത്തിരി കോമ്പണൻസ് ഉണ്ട്, നന്നായിട്ട് അവർ മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളും യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഫെസ്റ്റോടെ കോമ്പണൻസ് തന്നെയാണ്. പക്ഷേ മേ ബി ഒത്തിരി കാലങ്ങളായിട്ടുള്ളത് കൊണ്ടിട്ടായിരിക്കും കുറേയൊക്കെ നാശമായിട്ടുണ്ട്. അപ്പം ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ നോട്ടീസ് ബോർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതെന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓട്ടോമേഷൻ സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിതാ അടുത്തത് ഓട്ടോമൊബൈൽ സെഷനിലോട്ട് പോയി. അപ്പം നമുക്ക് ഈ 4 വീലറിലൊക്കെ പോയിട്ടുള്ള പരിചയം ഉണ്ടെന്നല്ലാതെ അതിൻ്റെ ഉള്ളിൽ എക്സാക്ട്ലി എങ്ങനെയാണ് സാധനങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ക്ലച്ച് പിടിക്കണം, ബ്രേക്ക് പിടിക്കണം, അങ്ങനെയൊക്കെ അറിയാമെന്നല്ലാതെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അതിനുള്ളൊരു അവസരം നമുക്കിതാ ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വൺസ് ഇതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഇതാ നെവർ സ്റ്റോപ്പ് ലേണിംഗ് ബിക്കോസ് ലൈഫ് നെവർ സ്റ്റോപ്സ് ടീച്ചിങ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നതാണ്. സ്റ്റോപ്പിൻ്റെ കാണാനില്ല അല്ലേ? ഞാനും അത് കുറച്ച് നേരം ആലോചിച്ചിരുന്നു കേട്ടോ. Live as if you were to die tomorrow. Learn as if you were to live forever. അപ്പോൾ ഈ കോഡ്സൊക്കെ വായിച്ച് ഞങ്ങൾ നേരെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ വെൽഡിങ് സെഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിടെ നമ്മളെ വെൽക്കം ചെയ്യാനുണ്ട് ഹാൻസം ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി വീഡിയോ എടുത്ത് ഞാൻ ഉള്ളിൽ കയറി. അപ്പോൾ ഇതാ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായത് ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാനൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ വെൽഡിങ്ങിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ആയിട്ടുള്ളതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെൽഡിങ് പ്രിപ്പറേഷൻ തേർമൽ കട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് കട്ടിങ്ങിനെ കുറിച്ചിട്ടും വെൽഡിങ്ങിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അങ്ങനെ ഇതാ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഭയങ്കര സൗണ്ട് ഉള്ളത് കാരണം കൊണ്ടിട്ട് തന്നെ ഞാനത് മ്യൂട്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് ആധികാരികമായിട്ട് എനിക്ക് പറയാനറിയില്ല. അദ്ദേഹം ഒരുപാട് നല്ല രീതിയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും മനസ്സിലായത് സത്യം പറഞ്ഞാൽ അവിടെ പോയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അത് ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപാടെ കേൾക്കാത്ത പാതി നമ്മുടെ ക്ലാസ്സിലത്തെ 3 പേര് ചാടി പുറപ്പെട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഇൻട്രസ്റ്റിങ്ങും ആണ് കേട്ടോ. പിന്നെ ഒരുപാട് ടെക്നിക്കലി ഭയങ്കരമായിട്ട് പഠിക്കാനും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അവർ ഇൻഡെപ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഒരാൾ ട്രൈ ചെയ്തു, അവന് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഇവനൊരല്പം നോട്ടിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു. പക്ഷേ അവൻ സൂപ്പറായിട്ട് ചെയ്തു. അപ്പോൾ അടുത്ത ആൾ വന്നിട്ട് എനിക്കും കൂടെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് അവനും ട്രൈ ചെയ്തു. എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫ് ഭയങ്കര പേഷ്യൻസ് ഉള്ള ആളാണ് കേട്ടോ, ഭയങ്കര ക്ഷമയുണ്ട്. അപ്പോൾ എന്തായാലും ആൺകുട്ടികളൊക്കെ ചെയ്തു, ഞാനും കൂടെ ചെയ്തു നോക്കിക്കോട്ടെ എന്ന് അവൾ ചോദിച്ചപ്പം സാർ പറഞ്ഞു ഓക്കെ നീയും ചെയ്തോളൂ എന്ന്. ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിലെ പെൺപുലിയായിട്ട് പെൺകുട്ടികളെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് രമ്യ. അപ്പം അവളും അത്യാവശ്യം
കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് പേടിക്കാതെ തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂഷ്വലി ഭയങ്കര പേടിയുള്ള ആളാണ്, പക്ഷേ ഇതെന്തോ നല്ല സൂപ്പറായിട്ട് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ 2 വീലർ ടെക്നീഷ്യൻ ട്രെയിനിങ് സെൻറ്ററിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ 2 വീലേഴ്സിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു സ്റ്റാഫ് വന്നിട്ട്. അപ്പം ഇതിൻ്റെ ഈ വണ്ടിയുടെ ബോഡിയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അവർ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. മീൻവൈൽ ഞാനിങ്ങനെ അവിടെയൊക്കെ കറങ്ങി നടന്ന് എന്തൊക്കെയുണ്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 വീലർ ടെക്നീഷ്യൻസ് യൂസ് ചെയ്യുന്ന ടൂൾസാണ് കേട്ടോ. ഇതൊന്നും വണ്ടിയുടെ പാർട്സ് അല്ല, ഇതെല്ലാം വന്നിട്ട് ടൂൾസാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസാണ്. പിന്നെ നമ്മൾ നേരെ 4 വീലറിൻ്റെ സെക്ഷനിലോട്ട് പോയി കേട്ടോ. 4 വീലേഴ്സിൻ്റെ ഒരുപാട് പവർ ട്രാൻസ്ഫർ യൂണിറ്റുകൾ, ഗിയർ ബോക്സുകൾ, ഷിഫ്റ്റ് ജനറേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോകുന്നവർക്ക് എന്തായാലും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ ഡീസൽ എൻജിൻ, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാറ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 4 വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്കതെന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്കിങ്ങനെ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനുള്ളൊരു ഓട്ടോമാറ്റിക്കലി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കും ക്യൂരിയോസിറ്റി വരും. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ 3D പ്രിൻറ്റിങ് യൂണിറ്റിലോട്ട് പോയി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. മീൻവൈൽ നല്ല മഴയായിരുന്നു പുറത്ത്. നമ്മൾ കുറച്ച് ടൈം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ചെറിയൊരു ട്രിപ്പായിരുന്നെങ്കിലും ഞങ്ങളിത് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.